ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു സൂപ്പർ പോളയുടെ റെസിപ്പി ആയിട്ട് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലത്തെ നമ്മുടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം ഉണ്ടാവും കേട്ടോ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. കുക്കറിലൊക്കെ ഇട്ടിട്ട് 2 വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് 250 ഗ്രാമിൻ്റെ മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ സെയിം അല്ലല്ലോ നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരു കപ്പ് 150 ഗ്രാം വെള്ളം ഒഴിക്കുക, പിന്നെ 150 പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആയാലും ചെയ്തിട്ടെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കുറേ ഇഫ്താർ സ്നാക്സൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴ്ത്തി തരാം കേട്ടോ. പിന്നെ ഇതിട്ട് വയ്ക്കാം കേട്ടോ. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നിങ്ങൾ യൂസ് ആക്കാൻ ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ച് ഒരു 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മീഡിയം ആണ്, അതാണ് 2 എടുത്തിട്ടുണ്ട്. വലുതെങ്കിലും 1 എടുത്താലും മതി. പിന്നെ നമ്മൾ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളിൻ്റെ കുരു മാറ്റിയിട്ട് തക്കാളി മാത്രം ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സവാള ഇടുമ്പോൾ 2 പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ നേരത്തെ തന്നെ ചിക്കൻ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അതിങ്ങനെ പൊടിഞ്ഞ് കിട്ടും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മിക്സിയിൽ ഒന്നും ഇട്ടിട്ട് പൾസ് ചെയ്തിട്ട് കൊണ്ടുവരണ്ട കേട്ടോ, ഭയങ്കര ഇതായിട്ട് പോവും. നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ചൂടാറാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ആ സമയം കൊണ്ട് ഒരു ബോൾ എടുക്കുക. അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ എടുത്ത് പോയ പാത്രം കുറച്ച് വലുതായിട്ടാ. നിങ്ങൾ കുറച്ച് കുഴിയിലെ പോലത്തെ ചെറിയ പാത്രം എടുത്താൽ ഒന്ന് തിക്കായിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ബാറ്റർ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മിക്സ് ചെയ്ത ശേഷം ഇതിൽ ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതാണ് ഞാൻ എടുത്ത പാന് കുറച്ച് വലുതായി പോയി, കുറച്ച് പരന്നിട്ടുണ്ട്. അതിനാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ പാനായിട്ട് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് മിക്സ് നമുക്കിതിലേക്ക് ഇങ്ങനെ ഇതെടുത്ത് കൊടുക്കാം കേട്ടോ. കണ്ട, ഇങ്ങനെ ചെയ്തിട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ മുട്ടയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എല്ലാ ഭാഗത്തേക്ക് എത്താൻ രൂപത്തിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒഴിച്ച് കൊടുത്ത ശേഷം മോസറല്ല ചീസോ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം മൂടി വെച്ചിട്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു 5 to 7 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ആ മൂടി ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ മൂടിൻ്റെ വെള്ളം ഉണ്ടാവില്ലേ, ഇതിലേക്ക് വീഴും കേട്ടോ. കണ്ട, നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി തിന്നല്ല തിക്ക് വേണമെങ്കിൽ ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മതിയേ. ഇത്രയുള്ള കേട്ടോ നമ്മളിപ്പോൾ ഉള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ,
മോസ്റ്ററല്ല ചീസൊക്കെ ഉണ്ടല്ലോ, അത് കാരണം കൊണ്ടാണ്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാട്ടെ. അത് എന്താ നല്ല ടേസ്റ്റിൻ്റെ നമ്മൾ പിസ്സയുടെ പോലത്തെ കട്ട് ചെയ്തിട്ടെടുക്കാം. ടേസ്റ്റ് നോക്കട്ടെ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ഒരു സിമ്പിൾ ഡ്രിങ്കിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മൾ നട്ട്സൊക്കെ ചേർത്ത് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി കുറച്ച് ബാദാം എടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കുറച്ച് വെള്ളം ഒഴിച്ച് എടുത്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഒരു ആപ്പിൾ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പഴം എടുക്കാം കേട്ടോ. പഴം നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലത്തെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. എൻ്റെ മോന് നോമ്പെടുത്തിട്ടുണ്ടായിരുന്നേ, അത് കാരണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരച്ച് കൊണ്ടുവന്ന് മിക്സിയിൽ പഴം കാഷ്യൂ കൂടി അരച്ച് കൊണ്ടുവന്നില്ലേ, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഡേറ്റ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. അതാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാത്ത. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റിനാണ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. തണുപ്പാവും. നമ്മൾ സ്നാക്സൊക്കെ റെഡിയായ ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ 2 ഐസ് ക്യൂബ് ഇട്ടിട്ട് എങ്കിൽ സെർവ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയല്ല കേട്ടോ, സിമ്പിൾ റെസിപ്പി അല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്